അതിന്റെ കാവൽ നിന്നുകൊണ്ടാ മുത്തശ്ശി അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് ഒപ്പിച്ചത്. പക്ഷെ നീ പറഞ്ഞതൊന്നും ആരും വിശ്വസിച്ചിട്ടില്ലല്ലോ. വരുൺ എസ്റ്റേറ്റിൽ തന്നെ ഉണ്ടെന്ന് അവര് തിരിച്ചറിഞ്ഞില്ലേ? ആരെയാ വിശ്വസിക്കേണ്ടത്, ആരെയാ വിശ്വസിക്കേണ്ടാത്തത് ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല മുത്തശ്ശി. എല്ലാവരും എന്നെ ചതിക്കുക. എത്ര സന്തോഷത്തോടെ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയത്. അവിടെ ഞാനൊരു ആയെ പോലെ ചേച്ചിയെ കൂടെ നിർത്തി. എനിക്കിഷ്ടമുള്ളതെല്ലാം ഞാൻ ചെയ്യിച്ചു. ദേ എന്റെ ഈ കാല വരെ ഞാൻ തുടപ്പിച്ചു. എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചത്? എന്റെ സിനിമയില് ഞാൻ അഭിനയിക്കേണ്ട പാട്ട് ചേച്ചി പാടി. എല്ലാവരും പറയുന്നതനുസരിച്ച് ആ പാട്ട് ഹിറ്റാവുമെന്നാ തോന്നുന്നത്. അതുകൂടി കഴിയുമ്പോ എന്റെ ആഗ്രഹങ്ങളൊക്കെ തീരും. പിന്നെ ഞാൻ ഏതെങ്കിലും കായലിൽ ചാടി ചത്താലും മതി. അനാവശ്യം പറയാതിരിക്കെ. ഓർത്തിട്ട് ഒരു സ്വസ്ഥതയില്ല മുത്തശ്ശി. എനിക്ക് വേണ്ടി കണ്ണുമൂട്ടി നിൽക്കുന്ന ഒരേ ഒരാള് അത് മുത്തശ്ശി മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുന്നത്. മുത്തശ്ശി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. എനിക്ക് മനസ്സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. അല്ല, ശ്യാമ വലിയ പാട്ടുകാരിയല്ലേ? ശ്യാമ പാടുന്നതിന് പകരം ഇവളെങ്ങനെയാ പോയി പാടുന്നേ? എന്റെ മുത്തശ്ശി, ഈ ഫിദ മേഡം ഇല്ലേ, ശ്യാമയുടെ വലങ്കൈ, ആ അങ്ങനെയാണെങ്കിൽ ശ്യാമ മേഡത്തിനെ നിർബന്ധിച്ച് ഈ പാട്ട് പാടിക്കാൻ ചേച്ചി സെലക്ട് ചെയ്തതും ഈ ഫിദ മേഡം തന്നെ ആയിരിക്കില്ലേ? ആയിരിക്കും. എനിക്കവളെ കണ്ണെടുത്ത കണ്ടൂടാ. 1-2 തവണ ആറ്റുവാശ്ശേരിയിൽ വന്നിട്ടുണ്ടല്ലോ. രാധിക മോളെന്ന പഞ്ചാര വാക്കും പറഞ്ഞുകൊണ്ട്. ആദ്യം നീ ചെയ്യേണ്ടത് ആ ഫിദ മേഡത്തിനെയും രാധികയും തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാ. അതെങ്ങനെയാ? ചേച്ചി എവിടെ ചെന്നാലും ഒട്ടിപ്പിടിക്കല്ലേ? വരുണിന്റെ മനസ്സിലായാലും ശരി, ഫിദ മേഡത്തിന്റെ മനസ്സിലായാലും ശരി, ഇളക്കി പറിച്ചെടുക്കാൻ പറ്റണ്ടേ? അതെ, അവളെ കൊണ്ട് ഈ പാട്ട് പാടിപ്പിച്ച ആളെ നിനക്കറിയാവോ? അതിന്റെ സംഗീതം ചെയ്ത ആളെയും? എനിക്ക് നേരിട്ട് അറിയില്ല. അയാളെ നേരിട്ട് കണ്ട് സംസാരിക്കണം നീ. എന്തുകൊണ്ടാണ് ശ്യാമ അവളെ കൊണ്ട് പാടിപ്പിച്ചതെന്ന് അറിയാൻ വേണ്ടി. അതെന്തിനാ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? എടി, ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോ അതിന്റെ ഇടവും വലവും നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യം നീ ഇതൊന്ന് ചെയ്യ. എന്നിട്ട് അവളുടെ പാട്ട് എന്നേക്കുമായി നിർത്താനുള്ള കാര്യം നമുക്കും ചെയ്യാം. അത് ഞാൻ നോക്കാം. നീ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെയും മനസ്സിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന രാധികയെ അവിടുന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് ചെറിയൊരു ജോലിയൊന്നുമല്ല. പക്ഷെ പണ്ടത്തെ പോലെയല്ല. ഇപ്പം നിനക്ക് കൽപ്പനയും പത്മിനിയും ഉർവശിയും കൂട്ടുണ്ട്. ആ കൂട്ടുകെട്ട് വിടാതെ നീ നോക്കണം. നിനക്ക് വേണ്ടി അവരെന്തും ചെയ്യണം. മനസ്സിലായോ നിനക്ക്? സാറിനെ പോലൊരാൾ എന്നോട് സോറി ഒന്നും പറയണ്ട. താങ്ക് യു സാർ. ഓക്കെ. ഇത് മതിയോ അതോ ഇതിനും മുകളിലുള്ളവരെ തന്നെ വിളിക്കണം? സത്യം എന്താന്ന് വെച്ചാ താനങ്ങ് തുറന്നു പറയടോ. മാഡം, എന്റെ പേരിൽ പരാതിയൊന്നും കൊടുക്കരുത്. മാഡത്തിന്റെ കൂടെയുള്ള ഐശ്വര്യാണ് ഇതിനൊക്കെ പുറകില്. മാഡത്തിന്റെ മുഖച്ഛായുള്ള ഒരു പെൺകുട്ടിയായിട്ട് വരും. അവരെ കൊണ്ട് പ്രമാണത്തിൽ ഒപ്പിട്ട് വാങ്ങിക്കണമെന്നാ അവര് എന്നോട് പറഞ്ഞത്. താനത് സമ്മതിച്ചു അല്ലേ? തന്നെ പോലുള്ളവരെ വിശ്വസിച്ച് സാധാരണ ജനങ്ങൾ എങ്ങനെയാണോ ജീവിക്കേണ്ടത്? ഐ ആം റിയലി സോറി മാഡം. മാപ്പാക്കണം. ഇനിമേലാൽ ഞാൻ ഇങ്ങനെയുള്ള അഴിമതി ഒന്നും ചെയ്യില്ല. സ്വയം നന്നായ നിങ്ങൾക്ക് കൊള്ളാം. താനിരിക്കുന്ന രജിസ്ട്രാർ ഓഫീസിന്റെ പരിധിയിൽ എനിക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലേതിലെങ്കിലും ഒരു അന്വേഷണം നടന്നാൽ പോലും അത് കൃത്യമായിട്ട് എന്നെ അറിയിച്ചിരിക്കണം. അറിയിക്കാം മാഡം. സ്വന്തം ജോലിയിൽ നിങ്ങൾ കൃത്രിമം കാണിച്ചാലും ഒരു കൃത്രിമം ഇല്ലാത്തൊരാൾ മുകളിലുണ്ട്. ദൈവം. ആ ദൈവം ഞങ്ങളെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. ദൈവത്തെ മറന്ന് കളിക്കല്ലേ മിസ്റ്റർ അജിത് കുമാർ.
ശ്യാമയെ വിളിക്കുന്നത്. മാഡം എന്തായാലും കോൾ അറ്റൻഡ് ചെയ്യും. ഹലോ, എന്താ ശ്യാമേ? നിങ്ങൾ എവിടെയാ? എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരും. എനിക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളെ ഒന്ന് കാണണം. അത് ഞാനൊരു ദൂരയാത്രയില്ല, തിരിച്ചെത്താൻ വൈകും. കള്ളം പറയല്ലേ, ഞാൻ നിൽക്കുന്നത് നിങ്ങളുടെ വീടിന്റെ മുമ്പിലാ. നിങ്ങൾ എത്രയും വേഗം ഇവിടെ എത്തിയിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ ശ്യാമ, പെട്ടെന്ന് തിരിച്ചു വരാന്ന് പറഞ്ഞാ എങ്ങനെ എത്തുന്നത്? ശരി, എപ്പോഴാ തിരിച്ചു വരുന്നത്? എപ്പോഴാ എനിക്കൊന്ന് കാണാൻ പറ്റുന്നത്? എന്തേലും പ്രശ്നമുണ്ടോ ശ്യാമേ? പ്രശ്നമുണ്ടോയെന്ന് നിങ്ങൾക്കറിയാലോ. അത് ഇനി ഞാൻ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നാ ഞാൻ നാളെ രാവിലെ വരാം. ശരി, നാളെ രാവിലെ നമ്മൾ തമ്മിൽ കണ്ടിരിക്കണം.